ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധിയാണെങ്കിൽ വർഷയുടെ പക്ഷം ചേർന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷേ നീ പറഞ്ഞതാ കറക്റ്റ്. വിശന്ന ഭക്ഷണം കഴിക്കണം, അവിടെ ഒന്നും നോക്കരുത്, ആരും പറഞ്ഞാൽ കേൾക്കുകയും ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം എന്നും പറഞ്ഞ് വായിലേക്ക് ഒരു കഷ്ണം പൂരി എടുത്ത് വെച്ചപ്പോഴേക്കും നീ എന്തൊരു മനുഷ്യനാടാ, നിന്റെ ഭാര്യ പട്ടിണി കിടക്കുമ്പോൾ നിനക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയാം. അപ്പം ഇതൊക്കെ ശ്രുതി അകത്തു നിന്ന് കേൾക്കുക. അയ്യയ്യേ മ്ലേച്ചം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി സംഭവം അങ്ങ് കൊഴുപ്പിക്കുക. അന്ന് അമ്മ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അച്ഛൻ ഭക്ഷണം കഴിച്ചിരുന്നില്ലല്ലോ. അമ്മ ഭക്ഷണം കഴിച്ചാലേ ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് അച്ഛനൊന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അതാടാ സ്നേഹം, അങ്ങനെയാടാ സ്നേഹം. പിന്നെ 1000 പ്രശ്നം ഉണ്ടെങ്കിലും അമ്മ ഭക്ഷണം കഴിച്ചാലേ അച്ഛനും കഴിക്കുള്ളൂ എന്ന കാര്യമൊക്കെ സച്ചി ഇങ്ങനെ പറയണം. അതെല്ലാം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഒരു അച്ഛൻ്റെ മകനല്ലേടാ നീ, ആ ഒരു ചിട്ടി ഇങ്ങനെ നീ കാണിക്കണ്ടേടാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ അച്ഛൻ വേണ്ടത്, അച്ഛൻ തന്നെ പറയാൻ പറഞ്ഞു സുധി. അതിപ്പോൾ ഞാനെന്ത് എടാ, നിന്റെ അമ്മായച്ചൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടല്ലടാ അദ്ദേഹത്തിൻ്റെ മകൾ, അതും നിന്റെ ഭാര്യ, അവൾ വ്രതമൊക്കെ എടുക്കുന്നത്, നീ ആ കഠിന വ്രതത്തിൻ്റെ ഭാഗമാകണം. അതല്ലേടാ സ്നേഹം. അത് മാത്രമല്ല, രണ്ടുപേരും ഒന്നിച്ച് നിന്നാൽ റിസൾട്ട് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുമെന്ന കാര്യമൊക്കെ പറഞ്ഞു. ഭയങ്കര റിസൾട്ട് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധി മനസ്സിൽ പറയാം. അപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ മനസ്സിൽ ലഡ് പൊട്ടി. ചന്ദ്രമതി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, സച്ചി നീ അവനെ വിട്ടുകളാം, അവൻ കഴിക്കട്ടെ, വ്രതം എടുക്കുന്നത് അവനല്ലല്ലോ, ശ്രുതിമോളല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ അച്ഛാ, ഇവൻ കഴിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. പാർലറായിട്ടെത്തി കഴിക്കാതെ ഇവൻ കഴിക്കുന്നത് തീരെ ശരിയല്ല, അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിയാന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുക നമ്മുടെ ചന്ദ്ര. ഒരു പക്ഷേ ഇക്കാരണത്താൽ വ്രതമെങ്ങാനും ഫലിക്കാതെ വന്ന പാർലറേടത്തിയുടെ അച്ഛൻ ഇനിയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല, വീട്ടിലേക്ക് വരില്ല. അത് നടക്കരുത്. പക്ഷെ ഇതൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് സച്ചി ഭയങ്കര ഡയലോഗ്. ശ്രുതിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവനെ അവളെ ഇട്ട് വലിച്ച് കീറുന്നതാണെന്നുള്ളത്. അപ്പോൾ എടാ മോനെ, നീ കഴിക്കണ്ടടാ, എഴുന്നേറ്റ് പോയടാ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി. അമ്മ എനിക്ക് വിശക്കുന്നുണ്ട് അമ്മയെന്ന് സുധി പറയുമ്പോൾ, സാരമില്ല, ആ പ്ലേറ്റിങ് തന്നെ, നീ ആ പ്ലേറ്റിങ് തരാൻ പറഞ്ഞു. സുധിയുടെ പ്ലേറ്റ് വരെ ചന്ദ്രമതി പിടിച്ചു വലിച്ചു മേടിച്ചു. ഇങ്ങോട്ട് താടാ എന്നും പറഞ്ഞു. അങ്ങനെ അത് മേടിച്ചു വെച്ചിട്ട് ശ്രുതിയുടെ കൂടെ നീയും വ്രതം എടുത്താൽ വ്രതത്തിന് ശക്തി കൂടുമെന്നും പെട്ടെന്ന് തന്നെ അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നുള്ള കാര്യവും പറയുക ചന്ദ്ര. അപ്പോൾ നീ എഴുന്നേറ്റ് മോനെ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ഏൽപ്പിച്ച് വിടുന്നു. അങ്ങനെ നമ്മുടെ സച്ചി ഉദ്ദേശിച്ച കാര്യം നടന്നു. സച്ചി എന്നിട്ട് നല്ല ആസ്വദിച്ച് സുധിയുടെ മുന്നിലിരുന്ന് കഴിച്ച് കാണിക്കുക. സുധിയാണെങ്കിൽ 100 പ്രാക്കുമായിട്ട് ഇങ്ങനെ ഇവർ കഴിക്കുന്നതും കണ്ടങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് മസാല സൂപ്പറായിട്ടുണ്ട് അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പ്രലോഭിച്ചുകൊണ്ടേ ഇരിക്കുക. രേവതി ആണെങ്കിൽ സച്ചിക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. കഴിച്ചിട്ട് അടിപൊളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര എക്സ്പ്രഷൻ ഇടലും കാര്യങ്ങളും ഒക്കെ. ഇതൊക്കെ കണ്ട് ശ്രുതി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണേ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുമല്ലേ. ആ സമയത്ത് ശ്രുതി ഇങ്ങ് വരാൻ പറഞ്ഞു. നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ പുറത്ത് പോവുകയാണോ? പുറത്തുനിന്നൊന്നും കഴിച്ചേക്കരുത് കേട്ടോ, വൈകിട്ട് നേരത്തെ വന്നേക്കണം. എന്തിനാ പട്ടിണി കിടക്കാനാണെന്ന് ചോദിച്ചു സുധി. അല്ലടാ, ക്ഷേത്രത്തിൽ പോയി ശയനപ്രദക്ഷിണം നടത്തണമെന്ന് ചന്ദ്രമതി പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. ശ്രുതിക്ക് ഭയങ്കര കളിപ്പ്. ആ ഒരു സമയത്ത് തുള്ളിച്ചാടി ശ്രുതി മുറിയിലേക്ക് കയറിപ്പോയി. ശ്രുതി അന്നേരം അവിടെ ഇരുന്നില്ലേ. ശ്രുതി ഇങ്ങ് വന്നേ, നമുക്ക് പോകണ്ടേ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാ. അല്ലെങ്കിൽ മസാല ഒന്ന് വരാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിച്ച് ശ്രുതിയെയും കൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി. അവർ രണ്ടുപേരും കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ രവേട്ടൻ ചോദിച്ചു, ചന്ദ്ര എന്തിനാ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ വ്രതമൊക്കെ എടുക്കുന്നത്, വല്ല കാര്യമുള്ളതാണോ എന്നൊക്കെ ഇങ്ങനെ നേരം ചോദിച്ചു. അന്നേരം അച്ഛാ, എന്നാലല്ലേ മലേഷ്യയിൽ നിന്ന് വരേണ്ടതൊക്കെ വരത്തുള്ളൂ എന്ന് സച്ചി പറയുക. ആ സമയത്ത് ചന്ദ്രമതി അങ്ങ് നോക്കുന്നു. പെട്ടെന്നാണ് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സച്ചിയുടെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ സച്ചി അത് എടുത്തു. അപ്പോൾ ഞാൻ വരാൻ വേണം, പെട്ടെന്ന് വരാം. അപ്പം നീലിമയാണ് വിളിച്ചത്. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് കഴിച്ച് രേവതിയുടെ സാരത്തുമ്പിൽ കയ്യും തുടച്ചിട്ട് സച്ചി ഓടി. അച്ഛൻ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് സച്ചി ആ പെണ്ണുമായിട്ട് ട്രിപ്പ് പോവുകയാണ്. മാഡം, പുറം രാജ്യങ്ങളിലൊക്കെ ആളുകളെ കൊണ്ടുവന്ന ഏജൻസിയാണോ ഇതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അതെ, കാനഡയിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം പോയത് ഈ ഏജൻസി വഴിയാണെന്നും, ഒരു 2 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഏജൻസിയിലേക്ക് കയറി പോവുകയാണ് നീലിമ. അങ്ങനെ നീലിമ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഈ ശ്രുതിയോടും സംസാരിച്ച് അതേ പെൺകുട്ടി തന്നെ അവിടെ ഇരിക്കുന്നത്. ഹായ് മാഡം, ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാനൊരു റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തല്ലോ മാഡം മെസ്സേജ് നോക്കിയില്ലായിരുന്നോ എന്നാ പെൺകുട്ടി ചോദിച്ചു. അപ്പോൾ നീലിമ ഇങ്ങനെ ഫോൺ എടുത്ത് നോക്കുക. അതിനുശേഷം ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം എടുത്ത് നീലിമ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ശരി, ക്യാഷ് ഇപ്പോൾ ഞാൻ അയക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു നീലിമ ക്യാഷും അയച്ചു. അതിനുശേഷം പിന്നെ
രണ്ടുപേരും മേഡത്തെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു എന്നും ഞങ്ങൾ നീലിമയുടെ സുഹൃത്തുക്കളാണ്, അവൾ വീട്ടുകാരോട് തെറ്റിയാണ് കാനഡയിലേക്ക് പോയത്, കാനഡയിൽ അവൾ എവിടെയാണെന്ന് അറിയില്ല, അവളുടെ അച്ഛമ്മ മരിച്ചു, ആ വിവരം അറിയിക്കണം, അതുകൊണ്ട് അവളുടെ ഡീറ്റെയിൽസ് വേണമെന്നും പറഞ്ഞ് അവർ വന്നതെന്ന് പറഞ്ഞു. മേഡത്തിൻ്റെ ഫോട്ടോയും കാണിച്ചിരുന്നു എന്ന കാര്യം പറയുമ്പോഴത്തേക്ക് നീലിമയൊന്ന് ഞെട്ടി. അതാരായിരിക്കും? അപ്പോൾ ആരാണ് അവർ? നിങ്ങൾ എന്നെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നീലിമ. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അവരോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല മേഡം, ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ റൂൾസ് പ്രകാരം ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മറ്റാർക്കും കൈമാറാറില്ല എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയാം ആ പെൺകുട്ടി. അപ്പോൾ ആരാ അവർ? എന്താ അവരുടെ പേരെന്ന് ചോദിച്ചു. അവർ ഹസ്ബൻഡും വൈഫും ആണെന്നും പേരെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് സുധി എന്നാണെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഒന്ന് ഞെട്ടി. നീലിമയെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമെന്ന്. അപ്പോൾ അവൻ വിവാഹം കഴിച്ചല്ലേ, ഇപ്പോഴും എന്നെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, മണ്ടൻ എന്ന് പറഞ്ഞ് നീലിമ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോൾ മേഡത്തിന് അവരെ അറിയാവുന്ന ചോദിച്ചു. അയ്യോ എനിക്കറിയില്ല. ഏത് സുധി? അച്ഛമ്മ മരിച്ച വിവരം അറിയണമെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചത്. എൻ്റെ അച്ഛമ്മ മുൻപേ മരിച്ചതാ, കള്ളം പറഞ്ഞതാ അവരെന്നും രണ്ടുപേരും ഫ്രോഡുകളാണെന്ന് തോന്നുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നീലിമ ഇനി ആര് വന്ന് ചോദിച്ചാലും എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കരുതെന്ന് പറഞ്ഞു. ഇല്ല മേഡം, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് മറ്റാർക്കും ഞങ്ങൾ കൊടുക്കാറില്ല, ഞങ്ങളെ വിശ്വസിക്കാമെന്ന്. അപ്പോൾ ഓക്കെ താങ്ക്സ് എന്നും പറഞ്ഞ് കൈയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നീലിമ ഇറങ്ങിയപ്പോൾ സച്ച് പുറത്ത് വെയിറ്റ് ചെയ്ത് ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലോ അല്ലേ മേഡം? ഇറങ്ങാം, കയറും മേഡം എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു. സച്ചി വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇവരങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും സച്ചി ഇത് കണ്ടിട്ട് ചോദിച്ചു, മേഡം എന്താ ഇരുന്ന് ആലോചിക്കണതെന്ന്. എന്താ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും ഓക്കെ ആയില്ലേ മേഡം എന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് എല്ലാം ഓക്കെയാണ്. മേഡം കാനഡയിലേക്ക് പോകുന്ന എപ്പോഴാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഞാൻ നാളെ പോകുമെന്ന് പറഞ്ഞു. അല്ല അടുത്തെങ്ങാനും ഇനി നാട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. മേഡം നാട്ടിൽ വന്ന് എന്നെ വിളിക്കണം കേട്ടോ, ഏത് സമയത്ത് ട്രിപ്പ് പോകാൻ ഞാൻ റെഡി ആട്ടോ എന്ന് പറയുമ്പം വിളിക്കാമല്ലോ എന്ന് പറഞ്ഞു നീലിമ. അങ്ങനെ ഇരിക്കുമ്പോൾ മേഡം ഇപ്പം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ, നേരെ വിട് ഞാൻ പറയാവേ എന്ന് പറഞ്ഞുകൊണ്ട് നീലിമ ഇങ്ങനെ സച്ചിയുടെ കൂടെ അങ്ങ് പോണു. ആ സമയത്ത് നീലിമ ആരോ ഫോണിൽ വിളിച്ചിട്ട് നീ എവിടെയുള്ളത്? അപ്പോൾ കൈത്താരത്ത് ഞാൻ സ്ഥിരമായി പോവാറുള്ള ഒരു ബ്യൂട്ടി പാർലറില്ലേ, ലില്ലി ബ്യൂട്ടി പാർലർ, അതിപ്പോൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് പൂട്ടിപ്പോയെന്നോ? ശരി ശരി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു ഇങ്ങനെ പുള്ളിക്കാരി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് എന്താ മേഡം ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് ചോദിച്ചു. പോണമായിരുന്നു. അപ്പോൾ പിന്നെ മേഡം ആകെ എനിക്ക് അറിയാവുന്നൊരു ബ്യൂട്ടി പാർലറുണ്ട്, നല്ല പാർലറാണ്, അവിടെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലേഡീസ് ബ്യൂട്ടി പാർലറാണെന്ന് ചോദിച്ചപ്പം അതെ മേഡം അവിടേക്ക് വിടട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ വിട്ടോളാൻ പറഞ്ഞു, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടുത്തെ ബ്യൂട്ടീഷ്യനെ എനിക്കറിയാം, ആളൊരു കേടിയാണെങ്കിലും വർക്ക് കൊള്ളാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരി ഓക്കെ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു. പാർലറേട്ടത്തേക്ക് ഞാൻ കാരണം വരുമാനം കിട്ടുക, കസ്റ്റമറെ കൊണ്ടുവിട്ടത് ഞാനാണെന്ന് അറിഞ്ഞാൽ ഇല്ല സച്ചി നീ എപ്പോഴാണ് നന്നായതെന്ന് ചോദിക്കും. അപ്പം എന്താ സച്ചി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു നീലിമേ. ഇല്ല ഒന്നുമില്ല മേഡം, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചാണെന്ന് പറഞ്ഞു. എന്നാൽ ശരി വേഗം ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി തന്നെ അങ്ങ് കൊണ്ടിട്ട് കൊടുക്കുവാണ് സച്ചി പോലും അറിയാതെ. അങ്ങനെ ആ പാർലറിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല പാർലറൊക്കെ ആണല്ലോ അല്ലേ, ഒരു കുഴപ്പമില്ല മേഡം, മേഡത്തിന് വിശ്വസിച്ച് പോകാമെന്ന് സച്ചി പറഞ്ഞു. ശരി എന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ നമ്മുടെ സച്ചിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു. അതിന് ശേഷം സച്ചിയോട് വെയിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പാർലറിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശ്രുതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സിംഹക്കുട്ടിലേക്കാണ് ചെന്ന് കയറുന്നതെന്ന് അറിയാതെ നമ്മുടെ ചേച്ചിപ്പെണ്ണ് ആ പാർലറിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ പാർലറിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം എന്ന് പറയും. അപ്പോൾ മേഡം ഇരുന്നോളൂ കേട്ടോ മേഡം എന്ന് പറഞ്ഞു. അങ്ങനെ മേഡത്തിനെ അവിടെ പിടിച്ചിരുത്തുന്നു. ഈ സമയത്ത് അവിടുത്തെ സ്റ്റാഫ് ചെയ്യുന്ന മേഡം ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്, ഫേഷ്യൽ ചെയ്യാനാണെന്ന് പറഞ്ഞു ശ്രുതിയോട്. ഇത് കഴിഞ്ഞു അവരോട് വരാൻ പറയാൻ പറഞ്ഞു. അപ്പം മേഡം അങ്ങോട്ടിരിക്കാൻ കേട്ടോ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നയാളെ പിടിച്ച് അപ്പുറം കൊണ്ടേ ഇരുത്തുക. അതിനുശേഷം പിന്നെ നമ്മുടെ നീലിമ അകത്തേക്ക് വിളിക്കുക. അപ്പോൾ ശ്രുതി അകത്ത് നിൽപ്പുണ്ട്. ഹായ് എന്ന് പറഞ്ഞ് നീലിമ ചെന്നു. അപ്പോഴത്തേക്കും ശ്രുതി ഹായ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നീലിമയെ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു. ഇവളെ കണ്ട ശ്രുതിയുടെ 50 ലക്ഷം കട്ടെടുത്ത് അല്ലെങ്കിൽ തട്ടിയെടുത്ത് കടന്നു കളഞ്ഞ നീലിമയെ പോലെ ഉണ്ട്, അവൾ തന്നെയാണോ ഇവള് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഹലോ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് നീലിമ ഇങ്ങനെ വിളിക്കുക. അയ്യോ സോറി മേഡം ഇരിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി മേഡത്തെ വിളിച്ച് അവിടെ അങ്ങ് ഇരുത്തി. അപ്പോൾ മേഡം ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി 100 ചിന്തകളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ മനസ്സിൽ. അപ്പോഴും ശ്രുതിയുടെ ആ മൈൻഡ് മാറിപ്പോവാം. ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ കേൾക്കുന്നുണ്ട് മേഡം, ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം നല്ല ഫേസ് പാക്ക് തന്നെയാണ്, നല്ല റിസൾട്ടും ഉണ്ടാകുന്നതാണെന്ന് പറയുമ്പോൾ ഓക്കെ ഒരു 1 അവറിനകം എന്നെ വിടുമല്ലോ അല്ലേ.
കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 1 hour ഒന്നും വേണ്ട മേഡം, അതിനുള്ളിൽ തന്നെ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞ് നീലിമ ഇരിക്കുന്നു. അല്ല മേഡം, മേഡം ഈ നാട്ടുകാരി അല്ലേ? ഞാനിതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ ഈ നാട്ടുകാരി തന്നെയാ, പക്ഷെ കുറച്ച് കാലമായിട്ട് പുറത്താ. ഇവിടെ വന്നിട്ട് 2 days ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു നീലിമ. പുറത്തെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താ മേഡം? ഞാൻ കാനഡയിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. ഓക്കെ ഓക്കെ മേഡം, ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്തി. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് പറ്റുന്നില്ല, കണ്ടില്ലേ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഫേഷ്യൽ ചെയ്ത് ഇതൊക്കെ മാറുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഡോണ്ട് വറി മേഡം, ഷേപ്പ് തന്നെ മാറ്റി തരാമെന്ന് പറഞ്ഞു. വാട്ട്? അയ്യോ അങ്ങനെയല്ല, ഞാൻ ഫേഷ്യൽ ചെയ്താലേ ഇപ്പോഴത്തെ ഈ ഷേപ്പ് മാറി കുറച്ചുകൂടി ഗ്ലാമർ വരും എന്ന് പറഞ്ഞതാണെന്ന കാര്യം ശ്രുതി പറയാം. അല്ല മേഡത്തിൻ്റെ നെയിം എന്താന്ന് ചോദിച്ചു. അപ്പം നീലിമ എന്ന് പേരും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കാം. എന്നിട്ട് നീലിമയെ അകത്തേക്ക് ഇരുത്തി നമ്മുടെ ശ്രുതി ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫോൺ എടുത്ത് അവിടുത്തെ സ്റ്റാഫിനകത്ത് പറഞ്ഞു വിട്ടിട്ട് ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുക. അപ്പോൾ പറ ശ്രുതി. അപ്പോൾ ശ്രുതി എവിടെയുള്ളത്? ഞാനിവിടെ ടൗണിലുണ്ട്. ലോൺ തരുമെന്ന് ചോദിക്കാൻ ഒരു ഫിനാൻസ് കമ്പനി വരെ പോയതാ. അവർ ലോൺ തരില്ല എന്ന് പറഞ്ഞു. പിന്നെ കാനഡയിൽ പോകുന്ന സ്വപ്നം അതങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എനിക്കാരും ക്യാഷ് ഒന്നും തരില്ല എൻ്റെ ശ്രുതി, ഒരിടത്തും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. കാശ് ഉറപ്പായിട്ടും കിട്ടും ശ്രുതി. ദേ ഒരു പണക്കാരി ഇവിടെ വന്നിട്ടുണ്ട്. ശ്രുതി പെട്ടെന്ന് പാർലറിലേക്ക് വരാൻ പറഞ്ഞു. ഏത് പണക്കാരി? നീ കാശൊക്കെ ചോദിച്ചോ? നമുക്ക് തരാമെന്ന് പറഞ്ഞോ? ഞാൻ അവരോട് കാശ് ചോദിച്ചിട്ടൊന്നുമില്ല. ശ്രുതി വരട്ടെ എന്ന് കരുതി കാശ് വാങ്ങിച്ചിട്ടേ ഇവിടെ നമ്മളെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്തീ പറയുന്നേ? കടമല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്, ശ്രുതിയിൽ നിന്നും കൈക്കലാക്കിയ കാശല്ലേ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കൈക്കലാക്കിയ കാശോ? അതേന്നെ, ശ്രുതിയുടെ 50 ലക്ഷമായി മുങ്ങിയ നീലിമ ഇപ്പോൾ പാർലറിലുണ്ടെന്ന് പറഞ്ഞു. സത്യമാണ് ശ്രുതി, നീ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയരുത് കേട്ടോ. എൻ്റെ പൊന്നു ശ്രുതി അല്ല, 2 ദിവസമായി അവൾ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട്. എന്നെ അവൾക്ക് അറിയില്ലല്ലോ. ഫേഷ്യൽ ചെയ്യാനായിട്ടാണ് അവൾ പാർലറിലേക്ക് വന്നത്. ഇവിടെ ഇരിപ്പുണ്ട്, വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ശ്രുതിയുടെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത കാശ് നമുക്ക് അവളിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം, വാ എന്നും പറഞ്ഞിട്ടിങ്ങനെ പറയുന്നു. ശ്രുതിയാണ് വെച്ച് പിടിച്ചു അങ്ങോട്ടേക്ക്. ആ സമയം കൊണ്ട് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി ചെന്നു. അതെ മേഡം എന്ന് തുടങ്ങിയാലോ മേഡം എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് വിടാൻ വേണ്ടി നല്ല രീതിയിൽ ചെയ്യാതിരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ നീലിമ. അപ്പോൾ ഒരിക്കലും ഇല്ല മേഡം, എൻ്റെ ബ്യൂട്ടി പാർലറിൽ ആദ്യമായിട്ട് വരികയല്ലേ, ലൈഫ് ലോങ് നിങ്ങൾ മറക്കാത്ത രീതിയിൽ ഞാൻ ചെയ്ത് തരാം എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ചേച്ചി, സത്യങ്ങളൊന്നും അറിയാതെ. അപ്പോൾ നമ്മുടെ ശ്രുതി പണി തുടങ്ങി. ശ്രുതി ആണെങ്കിൽ അവിടുന്ന് വെച്ച് പിടിച്ചിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ ഓരോ വീടുകളിൽ പൂക്കളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പോൾ കടയിലും ഒക്കെ കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഇന്നെന്താ രേവതി ഇച്ചിരി നേരത്തേന്ന് ചോദിച്ചു. അപ്പോൾ പൂക്കളൊക്കെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് എത്തിക്കുന്നതല്ലേ ചേച്ചി നല്ലത് എന്ന് പറയാട്ടെ രേവതിയും. കല്യാണം കഴിക്കുന്നതിന് മുൻപേ നീ സൈക്കിളിലായിരുന്നു പൂ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്, ഇപ്പം അത് സ്കൂട്ടറിലായി. നന്നായി മോളെ എന്നൊക്കെ ചേച്ചി പറയൂ കേട്ടോ. സ്കൂട്ടർ എനിക്ക് എൻ്റെ സച്ചേട്ടൻ വാങ്ങിച്ച് തന്നതാ, ഇങ്ങനൊരു ഐഡിയയും അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു രേവതിയെ. സച്ചി നല്ലവനാ. ചില ഭർത്താക്കന്മാരെ പഠിപ്പുള്ള ഭാര്യമാരെ പോലും ജോലിക്ക് വിടാതെ വീട്ടിലിരുത്തും. എന്നാൽ നിന്റെ ഭർത്താവോ നിനക്ക് വണ്ടി വാങ്ങിച്ച് തന്ന് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിക്ക് വിട്ടു. സച്ചിയെ പോലെ ആയിരിക്കണം ഭർത്താക്കന്മാരെന്നൊക്കെ ചേച്ചി പറയും. ഞാൻ കാശ് എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി രേവതിക്കൊന്ന് കാശും എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ രേവതിയോട് ഒരു ഇച്ചിരി നേരം കടയിലിരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി അത് എനിക്ക് അടുത്ത ഇതിന് പോകണമെന്ന് പറയുമ്പോൾ അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണേലും പോരെ, നിനക്കറിയില്ലേ തൊട്ടപ്പുറത്തല്ലേ എൻ്റെ വീട്, ഒരു അത്യാവശ്യം ആയതുകൊണ്ടാണ് മോള് വന്നിട്ട് പോകുന്നത് ഞാൻ കരുതിയത്. അവളെ കാണുന്നില്ല, ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പോയിട്ടോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി അവിടെ നിന്ന് പോയി. രേവതി ആ കടയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് നീലിമയുടെ പിരുകം ത്രെഡ് ചെയ്യുവാണ് നമ്മുടെ ശ്രുതിയെ. ആ സമയത്ത് നീലിമയ്ക്ക് നന്നായിട്ട് വേദനിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നീലിമ അപ്പോൾ പതുക്കെ എടുക്കാൻ പറഞ്ഞു നീലിമ ശ്രുതിയോട്. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഓടിപ്പിടിച്ച് അവിടെ പാർലറിലെത്തി. ആ ഒരു സമയത്ത് ഓക്കെ അല്ലേ മേഡം എന്ന് ചോദിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു. ഓക്കെ കുഴപ്പമില്ല എന്നും പറഞ്ഞിങ്ങനെ അത് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അടുത്ത പണിയുമായിട്ട് നമ്മുടെ ശ്രുതി ചേച്ചി പരിപാടി തുടങ്ങുന്നു. സമയത്ത് ഇതൊന്നും അറിയാതെ നീലിമത്തമ്പുരാട്ടി ഇങ്ങനെ ഇരിക്കുക. ശ്രുതി താഴെ സ്റ്റെപ്പ് വരെ എത്തി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.